ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മുട്ട റോസ്റ്റ്, മുട്ടക്കറി എന്നൊക്കെ പറയാം, അതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ 12 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട എടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി കുക്കറിലൊക്കെ ഇട്ടു. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ കുത്തിപ്പിടിച്ച് മേടിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. അപ്പോൾ ഇതേ നമ്മൾ മുട്ടയൊക്കെ കുക്കറിലിട്ടു, ഗ്യാസ് ഓൺ ചെയ്ത് അതിൽ ഉപ്പും വെള്ളം ഒഴിച്ചു, ഇച്ചിരി സുറുക്ക ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് പൊട്ടിയ മുട്ടയൊക്കെ പുറത്ത് പോകാതിരിക്കാൻ, പുറത്ത് നമ്മളതിൻ്റെ ഒരു വെള്ളമൊക്കെ പുറത്ത് വരുന്ന കണ്ടിട്ടില്ലേ, അപ്പോൾ അത് പുറത്ത് വരാതിരിക്കാനാണ്. പിന്നെ അതേ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും എനിക്കറിയില്ല, വെക്കാനുള്ള ആൾ പുറത്ത് പോയേക്കാണ് കുക്ക് ചെയ്യാൻ. അപ്പോൾ കുക്ക് ചെയ്യാനുള്ള ആൾ വരണം, അപ്പോഴാണ് നമ്മളത് കുക്ക് ചെയ്യുക. പിന്നെ അതേ സവാള രണ്ടായി മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ച് ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ സവാള കണ്ണെരിയില്ല നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സവാളക്ക് ഭയങ്കര ഗ്യാസല്ലേ. അപ്പോൾ ഇതേ നമ്മുടെ മുട്ടയൊക്കെ റെഡിയായി വന്നു. സവാള അരിഞ്ഞു, ചെറുതാക്കി അരിഞ്ഞ് നമ്മൾ. അപ്പോഴത്തേക്കും എനിക്ക് ക്ലാസ് തുടങ്ങി. അപ്പോൾ ഇതേ ഞാൻ ക്ലാസ്സിലായിരുന്നു. പിന്നെ വീഡിയോ ഒക്കെ എടുത്തത് മോളാണ്. അപ്പോൾ പുറത്ത് പോയ ആൾ വന്നു. നമുക്ക് ഇതേ ഒരു സിപ്പപ്പൊക്കെ കൊടുന്ന് തന്നിട്ടുണ്ട്. സിപ്പപ്പ് കിട്ടി, പിന്നെ ഒരു ഫെറാറോ റോഷർ മിഠായിയും കിട്ടി നമുക്ക്. അപ്പോൾ അപ്പോഴത്തേക്കും ആൾ വന്നിട്ടുണ്ട് കേട്ടോ. ആൾ വന്നത് കുക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവള് സംസാരിച്ചോണ്ടിരിക്കുന്നത്, അവളുടെ സംസാരം കേൾക്കാൻ പറ്റും, ശ്രദ്ധിച്ച് കേട്ടാൽ. അതേ സവാള ഇട്ടു, പിന്നെ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു, അതിലേക്ക് ഉള്ളി ഇട്ടു. ഉള്ളി ഒന്ന് കുറച്ച് വാടി വന്നപ്പോഴത്തേക്കും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടു. ഉള്ളി ഇട്ടപ്പോൾ തന്നെ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കണം വാടാൻ, ആ ഉള്ളി ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളിത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മോളാണ് കേട്ടോ വീഡിയോ എടുത്തത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവും. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇതേ ഗരം മസാല പൊടിച്ചത് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഒന്നും ക്വാണ്ടിറ്റി അവൾ എടുത്തിട്ടില്ല, അപ്പോൾ എനിക്കറിയില്ല അതിൻ്റെ ഇത് ക്വാണ്ടിറ്റി എത്ര വേണ്ടതെന്നുള്ളത്. ഇതേക്കും ഇതേ കറിയൊക്കെ റെഡിയായി, ഒക്കെ ഇട്ട് കറിയൊക്കെ റെഡിയായി. മുട്ട അതിലിട്ട് വെച്ചു, മുട്ട അതിലേക്ക് ഇട്ടു. ഫ്ലെയിം എപ്പോഴും ഓൺ തന്നെയാണ് കേട്ടോ, ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ മുട്ട അതിലേക്ക് ഇട്ടു. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. മിക്സ് ചെയ്തൊക്കെ അവളെടുത്തതാണ് കേട്ടോ. അപ്പം ഫുള്ളായിട്ടുള്ള വീഡിയോ കിട്ടിയിട്ടില്ല. എനിക്കപ്പോഴത്തേക്കും ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതേ നല്ല അടിപൊളി പൊറാട്ട, ചൂട് പൊറാട്ടയും മുട്ടക്കറി ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും എനിക്ക് 2 പേര് മൈലാഞ്ചി ഇടാനായിട്ട് വന്നായിരുന്നു. അപ്പോൾ മൈലാഞ്ചി ഇട്ട് കൊടുത്തു അവർക്ക്. ഇതാണ് കേട്ടോ ഞാനിട്ട മൈലാഞ്ചി ഫൈനൽ ലുക്ക്. ഇത് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും ലൈക്കും ചെയ്യുക, ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.